ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങിൻ്റെ ഗുണങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണ് മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങ് ആളത്ര നിസ്സാരക്കാരനല്ല കേട്ടോ. കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ ഇഷ്ടമുള്ള ഒന്നാണ് മധുരക്കിഴങ്ങ്. പ്രമേഹ രോഗികൾക്കും ഈ മധുരക്കിഴങ്ങ് കഴിക്കാം എന്നാണ് പറയുന്നത്. മധുരക്കിഴങ്ങിൽ ധാരാളം ഗുണങ്ങളാണ് ഉള്ളത്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഒത്തിരി ഗുണങ്ങളാണ് മധുരക്കിഴങ്ങിൽ ഉള്ളത്. മധുരക്കിഴങ്ങിൽ ധാരാളം ഫൈബർ ഉള്ളതിനാൽ മലബന്ധം കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ഇതിൽ വിറ്റാമിൻ എ, വിറ്റാമിൻ സി എന്നിവ ധാരാളം ഉള്ളതുകൊണ്ട് ഇമ്മ്യൂണിറ്റി പവർ ശക്തമാക്കാനും സഹായിക്കുന്നു. ഓറഞ്ച് നിറമുള്ള മധുരക്കിഴങ്ങിൽ ബീറ്റാ കരോട്ടിൻ കൂടുതലായതിനാൽ കാഴ്ചശക്തിക്കും നല്ലതാണ്. മധുരക്കിഴങ്ങിൽ പൊട്ടാസ്യം ഉള്ളതിനാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. പ്രമേഹ രോഗികൾക്കും ചെറിയ അളവിൽ പുഴുങ്ങിയത് കഴിച്ചാൽ വളരെ നല്ലതാണ്. ശരീരത്തിലെ ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മധുരക്കിഴങ്ങ്. കുറച്ച് കഴിച്ചാലും വയർ നിറഞ്ഞ പോലെ തോന്നുകയും അമിതമായി ഭക്ഷണം കഴിക്കുകയും ഇല്ല. അതുമൂലം ഭാരം കുറയാനും സഹായിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണങ്ങൾ തരുന്ന ഒന്നാണ് മധുരക്കിഴങ്ങ്. പുഴുങ്ങിയ മധുരക്കിഴങ്ങ് എളുപ്പം ദഹിക്കുകയും പോഷക സമൃദ്ധവുമാണ്. മധുരക്കിഴങ്ങിൽ ക്യാൻസർ രോഗത്തിനെ ചെറുക്കാനുമുള്ള കഴിവുണ്ട് എന്നും പറയപ്പെടുന്നു. ഇത് മുളപ്പിച്ച് അതിലെ ഇലകളും തണ്ടുകളും ചീര പോലെ നമുക്ക് കറി വെച്ച് കഴിക്കാനും പറ്റുന്നതാണ്. ഇതിൽ നമുക്ക് വേണ്ട ആൻറ്റി ഓക്സിഡൻ്റൽ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് എപ്പോഴും ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ്. ഇതിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. നമ്മുടെ രോഗപ്രതിരോധശേഷി കൂട്ടുന്നതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ന്യൂട്രിയൻ്റ് ഏതാണെന്ന് വെച്ചാൽ വൈറ്റമിൻ എ ആണ്. അതുകൊണ്ട് ഇടവിട്ട് അസുഖങ്ങൾ വരുന്ന പനി, ജലദോഷം വരുന്ന കുട്ടികളും മുതിർന്നവരും ഉണ്ടോ, ആരോഗ്യക്കുറവുണ്ടോ, നിങ്ങൾ സ്ഥിരമായി ഒട്ടും സംശയം കൂടാതെ കഴിക്കേണ്ട ഒരു ഭക്ഷണമാണ് ഈ മധുരക്കിഴങ്ങ്. ഇത് വൃക്കകൾക്കും നല്ലതാണ്, ഹൃദയത്തിനും നല്ലതാണ്. ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഗുണകരമായ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നു. ഇത് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായി കഴിക്കാൻ പറ്റിയ ഒരു ഫുഡാണ്. അതുകൊണ്ട് ആഴ്ചയിൽ 3-4 ദിവസമെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമായി ഈ മധുരക്കിഴങ്ങ് കഴിക്കാവുന്നത് വളരെ നല്ലതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് പീരീഡ്സ് സമയത്തുണ്ടാകുന്ന വയറുവേദന കുറയ്ക്കാൻ ഇത് സഹായിക്കുന്ന ഒന്നാണ്. പീരീഡ്സ് ആകാറാവുന്ന സമയത്ത് ഇത് പുഴുങ്ങിയത് കൊടുത്താൽ വയറുവേദന കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് ഡോക്ടേഴ്സ് പറയുന്നു. ഇത് നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നു. ഇത് മികച്ച ഒരു പ്രീബയോട്ടിക് ഭക്ഷണവുമാണ്. നമ്മുടെ കുടലിൽ ഉണ്ടാകുന്ന ഗുണകരമായ ബാക്ടീരിയകൾ വളരുന്നതിന് ഇത് സഹായിക്കുന്നു. മധുരക്കിഴങ്ങ് നന്നായി കഴുകി വേവിച്ചെടുത്ത വെള്ളവും വളരെ ഗുണകരം ആണെന്നാണ് പറയപ്പെടുന്നത്. മധുരക്കിഴങ്ങ് വേവിച്ച വെള്ളത്തിൽ അല്പം തേനും നാരങ്ങയും ചേർത്ത് കുടിച്ചാൽ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും എന്ന് പറയപ്പെടുന്നു. ശരീരത്തിൽ അടിഞ്ഞ വിഷാംശങ്ങൾ പുറന്തള്ളാൻ ഈ മധുരക്കിഴങ്ങ് വേവിച്ച വെള്ളം സഹായിക്കുന്നു. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ പൈൽസ് പോലുള്ള അസുഖമുള്ളവർക്ക് ഇത് ഒരു നേരത്തെ ഭക്ഷണമാക്കാവുന്നതാണ്. മധുരക്കിഴങ്ങിൽ ഇനിയും ഒരുപാട് ഗുണങ്ങളാണ് ഉള്ളത്. മധുരക്കിഴങ്ങ് പതിവായി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു ഉപകാരമുള്ള വീഡിയോയുമായിട്ട് ഉടനെ വരാം. ബൈ.